ഇമാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച വിശ്വപ്രസിദ്ധമായ അശ്ശിഫാ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ ഫഖാലു തുഹിബ്ബു അശ്ശിഫാ വതുഖ്ബിറു ഫീഹി അനിൽ മുസ്തഫ ഫഖാല ലിഅന്നി അലീലുൽ ഫുആദ് വകുല്ലു അലീലിൻ യുഹിബ്ബു അശ്ശിഫാ. എന്തിനാണ് നിങ്ങൾ ശിഫത്തെ സ്നേഹിക്കരെ? മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ಬಗ್ಗೆ എന്തിനാണ് എപ്പോഴും ചൊന്നോണ്ടിക്കരെ എന്ന് കേൾക്കുമ്പോൾ അയാളെ മറുപടി, ഞാൻ ഹൃദയത്തിന് രോഗമുള്ളെങ്കത്ത ആളാണ്. ഏത് രോഗമുള്ള ആളും ശിഫത്തെ ആശിച്ചുകൊണ്ടിക്കട, ഇഷ്ടപ്പെട്ടുകൊണ്ടിക്കട. അതുകൊണ്ടാണ് ഒരു മനുഷ്യരെ ബാഹ്യവും ആന്തരികവുമായ മുഴുവൻ സമസ്യകളുള്ള രോഗത്തുള്ള മറന്ന് മദ്ഹുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഞാൻ ശിഫത്ത് സ്നേഹിക്കരേണ്ട അയാൾ വിശദീകരിക്കും. ലോകത്ത് തുല്യതയില്ലാത്ത കിതാബാണ് അശ്ശിഫാ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ. ಇದರ ಬಗ್ಗೆ ചൊല്ലുമ്പോൾ വർഷക്കണക്കിൽ ചെല്ലണോ അത്രയും വിഷയങ്ങളാണ് ഇമാമുൽ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൽ വിശദമായി ചൊന്നുകൊണ്ടുള്ളത്. ലൗല ശിഫാ ലമാ ഉരിഫൽ മുസ്തഫ എന്ന് ചൊന്ന ആൾമാറുള്ള ശിഫയില്ലെങ്കിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വന്താവലൻ തതവ അത്രയും മഹത്വമേറിയ കിതാബാണ്. ഇതിൽ 355 ക്ലാസ് ഞാൻ വീഡിയോ ക്ലാസ് എടുത്തിട്ടിന്ന്. എല്ലാ വെള്ളിയാഴ്ച ജാവു വാർത്ത ഒരു ക്ലാസ്. പക്ഷേ അതിൽ പിന്നെ അത് എടുക്കുകയായിട്ടില്ല. ഏതായാലും അത് ഇഫാദ മീഡിയത്തിലുണ്ട്, നോക്കുന്ന ആൾമാർക്ക് നോക്കാം. അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾ എടുത്തെങ്കിലത്തെ കുറേ ക്ലാസ്സുകൾ അതുപോലെ ബുക്സ് എല്ലാം ഒരു വെബ്സൈറ്റിലുള്ളാക്കിയിട്ട് അതിലിറക്കിയിട്ട് വെബ്സൈറ്റ് ifada.in ഉള്ള വെബ്സൈറ്റ് അതിൽ ആയിരക്കണക്കിൽ ക്ലാസ്സും കുറേ ബുക്സും കോടിക്കണക്കിൽ പൈസ കൊടുത്തെങ്കിലും കിട്ടാത്തെങ്കിലത്തെ അമൂല്യമായ ഇൽമുകളാണ് അതിലുള്ള. ഉപയോഗപ്പെടുത്തുന്ന ആൾമാർക്ക് ഉപകാരമാണ്. അതുപോലെ ഇഫാദ ഹദീസ് ക്ലാസ് ചൊന്നിട്ടു ഒരു ആപ്പ്, മൊബൈൽ ആപ്ലിക്കേഷൻ കുറേ സമയത്തിൽ പിന്നെ അത് പണിയെടുത്തുകൊണ്ടുണ്ട്. അൽഹംദുലില്ലാ ഞാൻ മദീനത്തിലും റിലീസാക്കിയത്. നാളെ ഇൻഷാ അല്ലാഹ് അതിൽ ഫൈനൽ ആക്കടേണ്ടങ്ങ് ചൊന്നറ. അപ്പോൾ നാളെ മൊബൈലിൽ പ്ലേ സ്റ്റോറിലും ഇഫാദ ഹദീസ് ക്ലാസ് ടൈപ്പാക്കിയെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഞങ്ങളുടെ മൊബൈലിൽ കിട്ടും. അതിൽ ധാരാളം ക്ലാസ് വിവിധങ്ങളായ വിഷയങ്ങൾ 30 ബുക്സും ബാക്കി കുറേ കാര്യങ്ങൾ അതിലുണ്ട്. അള്ളാഹു എല്ലാം കബൂൾ ചെയ്യുമാറാവട്ടെ. അതൊക്കെ 1,00,000 ചില്ലാറ ചിലവാണ് വന്നിട്ടിന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടിന്ന് യാ റബ്ബി ഇതൊക്കെ പൈസ വിട്ടറാക്കട്ടെ റബ്ബെ. 1,00,000 ചില്ലാറ സംഭവം കോടിക്കണക്കിൽ പൈസ കൊടുത്തെങ്കിലും കിട്ടാത്ത അമൂല്യമായ ഇൽമുകളാണ് അതിലുള്ളത്. പക്ഷേ ഇത് അറക്കും 1,00,000 ചില്ലാറ നിങ്ങൾ കേൾക്കില്ല, പേടിക്കണ്ട. ഞാനിത് ലൈവ് ഉള്ളത് കൊണ്ട് ചൊല്ലേ ആൾമാർക്ക് ഉപകാരമാവണേ അങ്ങ് ഉപകാരമാവട്ടെ. അപ്പോൾ ഇത് സുബൈക്ക് കളക്ഷൻ്റെ വിഷയം ഒന്നുകൊണ്ടാണ്. കളക്ഷൻ്റെ വിഷയമേ ഇല്ല. ഞങ്ങൾ അത്രയും ആയിരക്കണക്കിൽ ക്ലാസ് എടുത്തിട്ട് ലാഭേച്ഛര ഒരു ക്ലാസ് പോലും എടുത്തിട്ടില്ല. ഒരാളെ മുട്ടത്തൊരു പൈസ ഒരു ക്ലാസ്സിൻ്റെ പേരിൽ എടുത്തിട്ടില്ല. അൽഹംദുലില്ലാ വലം ഉരിദ് സഹറത്ത ദുനിയല്ലത്തി ഖതഫത് യദാ സുഹൈരിൻ ബിമാ അസ്നാ അലാ ഹരിമി. അപ്പോൾ 1,00,000 ചില്ലാറ് പൈസ അവിടെ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ വിചാരിച്ച 6 ടിപ്പ 1,00,000 ചില്ലാറ് പൈസ കേട്ടെങ്കിൽ അരങ്ങ് തണ്ടാറാം. ഇനി 50 രൂപ കേട്ടെങ്കിൽ തണ്ടാറ് കേട്ടെങ്കിൽ അത് അത്ര സുലഭമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച 313 രൂപ പൈസ വെച്ചിട്ട് ഡൗൺലോഡ് ആക്കിയ ആൾമാർ ഞങ്ങൾക്ക് പേ ആക്കിയിട്ട് അങ്ങനെ തരട്ടുണ്ട്. അവസാനം നിർവാഹം ഇല്ലാണ്ട് അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങ് മനസ്സിലൊരു റാഹത്തില്ല. അൽഹംദുലില്ലാ ഞാൻ ജുബൈലിൽ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഒരാൾ ഔത്തു വിളിച്ചിട്ട് ഒരു അഷർ ചായ കുടിക്കും. അങ്ങനെ ചായ കുടിച്ചിട്ടല്ല അയാൾ ഞങ്ങളെ ക്ലാസ് കേൾക്കണമെങ്കിൽ ആളാണ്. അപ്പോൾ അയാൾ ഇതിൽ വിഷയെല്ലാം മുണ്ടിത്ത് അപ്പോൾ ഇതെങ്ങനെ കൊടുക്കുകയെടുത്ത്. അപ്പോൾ ഞാൻ ചൊന്ന് ഇങ്ങനെ പൈസ വെച്ചിട്ട് കൊടുക്കണ നിർവാഹമില്ലേ. അപ്പോൾ അയാൾ പൈസ വെച്ചെങ്കിൽ ആൾമാർ എടുക്കടാറാ ശരിയാണ്. 313 രൂപ അല്ല 3 രൂപ വെച്ചെങ്കിൽ അതൊരു പേര്. പിന്നെ ചൊല്ലാറ് ഇയാൾക്ക് എത്ര പൈസ ആയിട്ടേക്ക് പോവാ. ഇയാൾക്ക് ആയിരക്കണക്കിൽ ആൾമാർ ഡൗൺലോഡ് ആക്കിയിട്ട് എത്ര പൈസ ആയിട്ടേക്കും. ഇയാളെ ചെന്ന് നിങ്ങളെ ക്ലാസ് ഒരു 1000 ആൾ കേട്ടിട്ട് 100 രൂപ തന്നെ പൈസ എത്ര പോവാ. അപ്പോൾ നോക്കുമ്പോൾ അൽഹംദുലില്ലാ നക്ക് തിങ്ങൾക്ക് 1,00,000 പൈസ. അപ്പോൾ ആരെ പൈസ അകത്തിയില്ല. അപ്പോൾ കാണ്ടവന് കേൾക്കണമെന്നുള്ള പേർക്ക് ഭയങ്കര അഗ്നിയാണ്, പണക്കാരാണ്. അള്ളാഹു നിങ്ങൾ അങ്ങനെ ആക്കി തരട്ട്. യഹ്സബുഹുൽ ജാഹിലു അഗ്നിയ. അപ്പോൾ ബലയിട്ടാറ് ഇയാൾക്ക് ഒരു ഡൗൺലോഡിൽ 313 കിട്ടിയെങ്കിൽ ഒരു 1000 ആളാക്കിയെങ്കിൽ എത്ര പൈസ ആയിട്ട്. സംഭവം 50 രൂപ വെച്ചെങ്കിൽ ഒരു 10 ആൾ പോലും ഡൗൺലോഡ് ആക്കില്ല. നോക്കിടാറ് 50 രൂപ ഉണ്ടാ സ്കിപ്പ് ആക്കിയിട്ട് പോണ്ടാറ്. അപ്പോൾ അവൻ മനസ്സിൽ ബേജാറിയുണ്ട്. പക്ഷെ 1,00,000 ചില്ലാറ് കടവാക്കുള്ളല്ലേ. കുറേ 10 ബുക്സ് ഇറക്കിയിട്ട് അങ്ങനെ വെച്ചിട്ട് കുറേ കടാക്കിയിട്ട്. അപ്പോൾ ഇത് കടാക്കാവുള്ളല്ലേ. അപ്പോൾ അയാൾ ചൊന്തു ഞാൻ കേൾക്കാണ്ട് അയാൾ ചൊന്തു അൽഹംദുലില്ലാ നിങ്ങൾ പൈസ വെക്കണ്ട ഉസ്താദ്, ആ പൈസ എല്ലാം ഞാൻ തണ്ടയാൻ ചൊന്തു. അൽഹംദുലില്ലാ പൈസ എത്തുവാട്ടി തന്ന് അള്ളാഹു അയാൾ വലിയ ബർക്കത്തും സന്തോഷവും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ.
ഈ ഇൽമ് ആരെല്ലാം കേൾക്കിടാറ ഏത് സമയത്തോടെല്ലാം അതിക്കട ಅದರ പ്രതിഫലം അള്ളാഹു അയാൾ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അയാളെ മീസാന്റെ തട്ടിൽ വലിയ ഭാരമുള്ള സൽക്കർമ്മമായി അത് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അയാളെ ഭാര്യ, മക്കൾ, കുടുംബക്കാർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. വളരെ ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടെ മാത്രമേ അതങ്ങനെ ഏറ്റെടുക്കൂ സാധ്യം. എത്ര സുലാഭത്ത് ഒരു സെക്കൻഡുള്ള അയാൾ ചൊന്ന വിജയാൻ ആ പൈസ അപ്പമേ എത്തുവാട്ടി തന്നിട്ടുപോയി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ.